പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിനൊത്തതായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അഭിഷേകാഗ്നിയെ സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, കുട്ടികളെ, ചെറിയ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് മാതാവിൻ്റെ മുമ്പിലെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണ് കേട്ടോ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഖിയോന്റെ ശുശ്രൂഷയിൽ, അഭിഷേകാഗ്നിയുടെ ശുശ്രൂഷയിൽ, PDMന്റെ ശുശ്രൂഷയിൽ, ASTMന്റെ ശുശ്രൂഷകളിലെല്ലാം കുട്ടികൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു ജീവനാണ്. പട്ടാച്ചൻ ആദ്യ കാലഘട്ടം മുതൽ അങ്ങനെയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അഭിഷേകാഗ്നി കൂടുമ്പോൾ കുഞ്ഞുങ്ങൾ എന്തായാലും കൊണ്ടും തിരുത്തണം. കുഞ്ഞുങ്ങൾ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട്, പക്ഷേ ചില കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അഭിഷേകാഗ്നി തുടങ്ങി പിന്നെ അനങ്ങാതെ ഇരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യും. എന്നാലും സാരമില്ല. കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം അഭിഷേകാഗ്നി ശുശ്രൂഷകൾ വലിയൊരു അനുഗ്രഹമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈശോ എന്ന നാമത്തെ പ്രത്യേകം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ എന്ന നാമം അനുസ്മരിച്ചാൽ, യേശു എന്ന നാമത്തെ വിളിച്ചാൽ അവിടെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ അത്ഭുതങ്ങൾ, അഭിഷേകത്തിൽ എത്ര അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കാം. ഈശോ എന്ന നാമത്തെ വിളിച്ച് സ്തുതിക്കുകയാണ്. ഓരോരുത്തരും സ്തുതിക്കുകയാണ്. ഈശോയെ ആരാധന, ഈശോയെ സ്തുതിക്കുന്നു, യേശുവെ സ്തുതിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു. ഓ ആബാ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈശോ എന്ന നാമം വലിയ അനുഗ്രഹീത നാമമാണ്. ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്ന നാമമാണ്. എല്ലാത്തിനും നന്ദി പറയുന്നു. ഓ കർത്താവേ, പുറപ്പാടിന്റെ പുസ്തകത്തിലെ വചനം മുതൽ കർത്താവേ ഞങ്ങളെല്ലാ വചനങ്ങൾ ഓർക്കാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളെ വചനങ്ങൾ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നത് കർത്താവേ. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. കൈകളടിച്ച് പാടാം. മാനവരക്ഷയ്ക്കൂടിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർന്ന് പാടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പ്രാർത്ഥനാപൂർവം. മാനവരക്ഷയ്ക്കൂടിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഓ കർത്താവായ ദൈവമേ, ഈശോ എന്ന നാമവും ഈശോ എന്ന പേര് രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, പ്രവാചകന്മാർ അരുളിച്ചെന്ന വചനങ്ങൾ ഓർക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ വചനം ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു, ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവേ, ഇപ്പോൾ ഈശോ എന്ന നാമത്തെ അനുസ്മരിക്കാൻ അവിടെ ഇടവരുത്തുവാണല്ലോ. ഈ കുടുംബങ്ങളെല്ലാം യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. അവരുടെ അടുത്തേക്ക് ചെല്ലണമേ, ഓരോ വ്യക്തികളുടെ അടുത്തേക്ക് ചെല്ലണമേ, രോഗികളുടെ അടുത്തേക്ക് ഇപ്പോൾ അവിടുന്ന് ചെല്ലണമേ കർത്താവേ. നാളുകളായി തടസ്സങ്ങൾ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് അവിടുന്ന് ചെല്ലണമേ കർത്താവേ. മുമ്പോട്ടൊരു വഴി തുറക്കാൻ പറ്റാതെ അടഞ്ഞു കിടക്കുന്ന ഓരോ കുടുംബങ്ങളിൽ വ്യക്തികളുടെ അടുത്തേക്ക് ഇപ്പോൾ ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളില്ലാതെ കരഞ്ഞ് നിറോളിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികളുടെ അടുത്തേക്ക് ഈശോയെ അപ്പോൾ അവിടുന്ന് ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം
യേശുനാഥനല്ലയോ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ വലിയ സന്തോഷത്തോടെ യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. ഓ കർത്താവായ ദൈവമേ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളൊക്കെ ആരാധിക്കുകയാണ്. ഫിലിപ്പി ലേഖനത്തിൽ അങ്ങ് തന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. യേശു എന്ന നാമത്തിന്റെ മുൻപിൽ, യേശു എന്ന നാമത്തിന്റെ മുൻപിൽ ആകാശത്തിന് മുൻപുള്ള സമസ്ത മേഖലകളും മുട്ടുകൾ മടങ്ങും. മടങ്ങാത്തതായി ഒന്നുമില്ല. സാത്താൻ മുട്ട് മടക്കും. കർത്താവേ, നാളുകളെ പൈശാചിക ബന്ധനങ്ങളെ കുടുങ്ങി കിടക്കുന്ന ജീവിതങ്ങൾ, മദ്യപാനം, പുകവലി, ദോഷങ്ങൾ, അടിമത്തങ്ങൾ, കുടുംബങ്ങളെ തകർക്കുന്ന, ഡൈവോഴ്സിന് എത്തിക്കുന്ന പൈശാചിക ശക്തികൾ, മക്കളെ മാതാപിതാക്കന്മാരെ തമ്മിൽ വേർതിരിക്കുന്ന തിന്മയുടെ അരൂപികൾ, കർത്താവേ, കുടുംബങ്ങൾ ഉയർന്നു വരാൻ പറ്റാത്ത വിധം പകർത്തി ഉണ്ടാക്കുന്ന ദുർസ്വാധീനങ്ങൾ, ഇപ്പോൾ ഈശോ എന്ന നാമത്തെ അനുസ്മരിക്കുന്ന ഓരോ വ്യക്തികളും കുടുംബങ്ങൾ വിട്ടൊഴിഞ്ഞ് കുരിശിൽ ഇവിടെ നിബന്ധിച്ച് വിട്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ. ആരാധിക്കുന്ന ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. ഓ കർത്താവായ ദൈവമേ, വീണ്ടും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നത്. ഓ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന യോഹന്നാന്റെ 14-ാമത്തെ അധ്യായത്തിലെ വചനം ഞങ്ങളിപ്പോൾ അനുസ്മരിക്കുന്നു. കർത്താവ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ പിതാവ് അത് ചെയ്തു തരും. പുത്രന് മഹത്വപ്പെടാൻ വേണ്ടി പിതാവ് അത് ചെയ്തു തരും. വീണ്ടും ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരും. കർത്താവേ, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ അഭിഷേകാന്റെ എപ്പിസോഡുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവര്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവര്, മധ്യസ്ഥ പ്രാർത്ഥന നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ, 9 ദിവസം 21 ദിവസം മുടങ്ങാതെ എപ്പിസോഡുകൾ കാണുന്നവര്, ദൈവമേ, അവരുടെ നിയോഗങ്ങൾ ഇപ്പോൾ കാണണമേ. കർത്താവേ, ദൈവമേ, അവിടുന്ന് വിശ്വാസത്തെ പരിഗണിക്കണമേ. പാപങ്ങളെ മറന്നു കളയണമേ. ദൈവമേ, ഈ രാത്രി ഈ സമയത്ത് ഒരു അത്ഭുതം നടക്കണം. കർത്താവേ, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ. ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ ഭരിച്ചിടാം, നിത്യരക്ഷ ഭരിച്ചിടാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ. ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ ഭരിച്ചിടാം, നിത്യരക്ഷ ഭരിച്ചിടാം. കൈകൾ ഉയർത്തി. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. മറ്റെല്ലാം മറന്ന് യേശുനാമമല്ലാതെ. അത്ഭുതങ്ങളുടെ ദിവസം, വിടുതലിന്റെ സമയം, മാനവരക്ഷയ്ക്കൂടി വേറൊരു നാമം. യേശു എഴുന്നള്ളി വരുന്ന സമയം. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. യേശുവേ, യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് ആരാധിക്കുന്നു. യേശുവേ, യേശുവേ ആവർത്തിച്ച് വിളിക്കുന്നു, ആവർത്തിച്ച് വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയെ, പോരാ, പോരാ, ഉച്ചത്തിൽ വിളിക്കുന്നു. മറ്റാരെ നോക്കരുത്. കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക, സ്വരം ഉയർത്തുക, അതിനെ തുറക്കുക, കരങ്ങൾ ഉയർത്തുക, മറ്റൊന്നും ശ്രദ്ധിക്കരുത്. ഈശോയെ മാത്രം വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ആവർത്തിച്ച് വിളിക്കുന്നു, ആവർത്തിച്ച് വിളിക്കുന്നു. ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട നാമം, ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട നാമം, അപകടത്തിൽ വിളിക്കേണ്ട നാമം,
പാപത്തിൽ വിളിക്കേണ്ട നാമം, രക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന നാമം, സ്വർഗം തുറക്കപ്പെടുന്ന നാമം, പിശാചുകൾ ഞെട്ടി വിറയ്ക്കുന്ന നാമം, മരണസമയത്ത് വിളിക്കേണ്ട നാമം, തടസ്സങ്ങൾ മാറാൻ വിളിക്കേണ്ട നാമം, പ്രകൃതി സത്യങ്ങളുടെ ആധിപത്യമുള്ള നാമം, ഈശോ എന്ന നാമം. എന്താണ് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം? ആ പ്രശ്നത്തിന് ഉത്തരമായി ഒരൊറ്റ നാമം നൽകപ്പെട്ടു, യേശു. അവൻ ആരിലും വലിയവൻ, അവനാണ് നമ്മുടെ ദൈവം. കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ആരാധന കർത്താവായ യേശു എന്ന നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്ന കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെയും ഈശോ എന്ന നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. സാത്താനുകളിൽ നിന്ന് മറയ്ക്കപ്പെടട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയാ. ഹല്ലേലൂയ. സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. റോമാലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാം തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 4:17. ഞാൻ നിന്നെ അനേകം ജനതകളെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വം നൽകുന്നവന്റെ മുൻപിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രാഹത്തെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന വചനമാണ്. ഞാൻ നിന്നെ അനേക ജനതകളെ പിതാവാക്കിയിരിക്കുന്നു എന്ന് അബ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. വാഗ്ദാനം കൊടുക്കുമ്പോൾ മുന്നിൽ ശൂന്യത മാത്രമാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന ദൈവമാണ് അവിടുന്ന്. അസ്തിത്വമില്ലാത്തവയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വം കൊടുക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ മുൻപിൽ വലിയ ഉറപ്പുള്ളതായിരുന്നു ആ വാഗ്ദാനം, അതിലുള്ള അബ്രാഹത്തിന്റെ വിശ്വാസവും. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബ്രാഹം അനുഗ്രഹം പ്രാപിക്കാനുള്ള ബേസിക് ആയിട്ട് കിടക്കുന്ന ഒരു സംഗതി ഇതാണ്. ഈ വചനത്തിൻ്റെ താഴ്ഭാഗത്ത് ഒറ്റ വചനമാണ് നമ്മൾ വ്യാഖ്യാനിക്കാൻ പരിശുദ്ധാത്മാ സഹായത്താൽ പരിശ്രമിക്കുക. അതിൻ്റെ താഴെ കിടക്കുന്ന കാര്യം എങ്ങനെയാണ് അബ്രാഹത്തെ പോലെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതെന്ന് ഒരു 2-3 കാര്യങ്ങൾ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കുണ്ടാകാവുന്ന അപകടങ്ങൾ, അബ്രാഹത്തിന് വരാതിരുന്ന അപകടങ്ങൾ, എങ്ങനെയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ അബ്രാഹം തരണം ചെയ്തത് എന്നെല്ലാം വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശ്വാസി അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. റോമാലേഖനം 4:18, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 4:18. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അനേക സന്തതികളുടെ പിതാവാകുമെന്ന് പറയുന്ന വാഗ്ദാനം അബ്രാഹത്തിന് നൽകപ്പെടുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ല. അബ്രാഹത്തിന്റെ പ്രായം കഴിഞ്ഞു, സാറായുടെ പ്രായം കവിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഇനി മക്കളുണ്ടാകാനുള്ള നോ പോസിബിലിറ്റി. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ, മെഡിക്കൽ സയൻസിന് മുൻപിൽ യാതൊരു സാധ്യതകളുമില്ല. എൻ്റെ സഹോദരങ്ങളെ, സാധ്യതകൾ ഇല്ലാത്തപ്പോൾ പ്രതീക്ഷയോടെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് മനുഷ്യന് പറ്റുന്നതല്ല. അതുകൊണ്ടാണ് വചനം വെളിപ്പെടുത്തുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അത് നമുക്ക് തരണം. ദൈവം തന്നാലേ പറ്റുള്ളൂ. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസമാണ്.
സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിയൊന്ന് ജേക്കബ് മനത്തോട് പിതാവ് കഴിഞ്ഞ ദിവസം സെമിനാരിയിൽ PDM സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് ഒരു മാസധ്യാനം കൊടുത്തപ്പോൾ പിതാവ് പറഞ്ഞ കാര്യം ഞാൻ ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവം തരണം. അതാണ് അപ്പസ്തോലന്മാരെ പ്രാർത്ഥിച്ചത്, എൻ്റെ കർത്താവേ ഞങ്ങൾ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. അപ്പസ്തോലന്മാരുടെ വലിയൊരു ആഗ്രഹമാണ് അല്ലേ? കാരണം അത് കിട്ടിയ ബാക്കിയെല്ലാം ശരിയാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രതീക്ഷക സാധ്യത ഇല്ലാതിരുത്തന്നെ പ്രതീക്ഷയോടെ വിശ്വസിക്കാം. ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മയിൽ വരും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു താമസിച്ചുള്ള ധ്യാനം കൂടിയത് കൊളത്തുവേൽ ധ്യാന കേന്ദ്രത്തിലാണ്. ഏകദേശം 9ാം ക്ലാസ് കേട്ടോ, അതാ 10ൽ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയമാണെന്ന് എൻ്റെ ഓർമ്മ. അഗസ്ത്യൻ തുരുത്തിമറ്റച്ഛൻ എന്ന് പറഞ്ഞ വിശുദ്ധനായ ഒരു അച്ഛനുണ്ടായിരുന്നു. ആ ബഹുമാനപ്പെട്ട വർക്കി അച്ഛൻ്റെ കൂടെ ധ്യാനിപ്പിച്ചിരുന്ന അച്ഛനാണ്. ആ അച്ഛൻ്റെ ധ്യാനമാണ് ഞാൻ ആദ്യമായിട്ട് കൂടിയത്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലുള്ള ശീലമാണ്, എവിടെ ധ്യാനത്തിന് പോകുമ്പോഴും ഒരു നോട്ട്ബുക്ക് കൊണ്ടുപോകും. ആ നോട്ട്ബുക്ക് ഉണ്ടായിട്ട് ചിലപ്പോൾ അച്ഛന്മാരായിരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ സിസ്റ്റർമാരായിരിക്കും, ചിലപ്പോൾ ആത്മായ ശുശ്രൂഷകരായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അവർ നമ്മളോട് പരിശുദ്ധാത്മാവന പ്രചോദിതമായി പറയുന്ന സന്ദേശങ്ങളെല്ലാം ഞാനിങ്ങനെ എഴുതി വെക്കും. അങ്ങനെ എനിക്കൊരു പുസ്തകമുണ്ട്, അതിനകത്തൊരു 10-650 സന്ദേശങ്ങളെങ്കിലും ഈശോ പലരിലോട് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ഒരൊറ്റ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ സഹോദരങ്ങളെ +2 അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ, ഒരാൾ എന്നോട് പ്രാർത്ഥിച്ച് പറയുകയാണ്, ഇതാ മോനെ നീ TV-യിൽ പ്രസംഗിക്കുന്നത് കാണുന്നു. TV-യിൽ പ്രസംഗിക്കുന്നത് കാണുന്നു പറയുമ്പോൾ എനിക്ക് ചിരി വരും. എന്താ കാരണം എന്നറിയാമോ? സാറാ ചിരിച്ച പോലെ ഞാൻ ചിരിച്ചില്ല. കാരണം എൻ്റെ വീട്ടിൽ TV ഇല്ലാന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിലന്ന് കറണ്ടും ഇല്ല. ഞാൻ ഡിഗ്രി 3rd year ഒക്കെ പഠിക്കുന്ന സമയത്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി വീട്ടിൽ വരുന്നത്. പിന്നെ അതിനുശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം അവന് TV മേടിക്കുന്നത്. TV എന്നൊക്കെ പറഞ്ഞ് ഏതൊരു അത്ഭുത വസ്തു പോലെ അന്നിങ്ങനെ പല സ്ഥലത്ത് കണ്ട് ഓർമ്മ. അന്നിതാ TV-യിൽ പ്രസംഗിക്കുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഇതെല്ലാം അങ്ങനെ വിശ്വസിച്ചു. ഞാൻ ഒരു കാര്യം പോലും അവിശ്വസിച്ചില്ല. അത് പറഞ്ഞത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെന്നില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത അങ്ങനെ പാവപ്പെട്ട മനുഷ്യരൊക്കെയാണ് പ്രാർത്ഥിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ ഒറ്റ കാര്യം പോലും പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ല. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഞാനിന്ന് ഈ ശാലോം ടെലിവിഷനിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തി സംസാരിക്കുമ്പോൾ എത്രയോ നാളുകൾക്ക് മുമ്പ് പറയപ്പെട്ട സന്ദേശങ്ങളുടെ പൂർത്തീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കണം, സെമിനാരി പഠിക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ചില വ്യക്തികൾ എന്നോട് പ്രാർത്ഥിച്ച് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അവർ പറയാണ്, അച്ഛന്മാരെയൊക്കെ എന്നെ കണ്ട് പ്രാർത്ഥിക്കുന്നത് കാണുന്നു. സാധാരണഗതിയിൽ ഞാൻ വൈദ്യരംഗച്ച പെട്ടെന്ന് സൈഡ് മാറിപ്പോകുന്ന പ്രകൃതമാണ്. പക്ഷെ നോക്കാണ്, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചിന്തിച്ചു നോക്കിയേ, ഞാനെന്ന സെമിനാരി ചേരുന്ന സമയത്ത് സാധാരണ ഒരു അച്ഛനാകാൻ വേണ്ടിയിട്ട് ഒരു ചേരലാണത്. ഇന്നും അസാധാരണ അച്ഛനൊന്നല്ല, സാധാരണ അച്ഛൻ തന്നെയാണ്. പക്ഷേ ദൈവം കാലക്രമേണ വൈദികർ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ധ്യാനങ്ങളിലൂടെ കർത്താവ് നടത്തിക്കൊണ്ട് പോയത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അഭിഷേകാന്തി സിസ്റ്റേഴ്സ് PDM അങ്ങനെ മോണസ്ട്രികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എത്രയോ നാളുകൾക്ക് മുമ്പ് ഓരോ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞിട്ട് ഭാവി ഇന്ന പേരല്ല പറയുന്നത്, പിന്നെയോ വൈദികരുടെ ഫോർമേഷൻ, സമർപ്പിതരുടെ ഫോർമേഷൻ, അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് ചുറ്റും നിൽക്കുന്നത് കാണുന്നു. എല്ലാം കാലക്രമത്തിൽ നിറവേറുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുമ്പോൾ പ്രതീക്ഷിച്ച സാധ്യതയുണ്ടോ ഇല്ലയോ നീ നോക്കരുത്. പ്രതീക്ഷിച്ച സാധ്യതയില്ലാത്തപ്പോഴും അരുളി ചെയ്തത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവമാണെന്ന് വിശ്വസിച്ച് അതങ്ങോട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന് 1-2 തിരുവചനങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 1 and 2. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് തൊട്ട് താഴെ പറയാണ്, എന്താണെന്നറിയാം, ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. അതാ വചനത്തിന്റെ ഭാഗമാണ്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങി അങ്ങോട്ടുള്ള പൂർവ്വ പിതാക്കന്മാരെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ എന്താ കാരണം? കാണപ്പെടാത്തവയുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പിന്മേൽ അവർ ഉറപ്പിച്ചു നിന്നത് കൊണ്ടാണ് അവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചത്. ഒച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, അബ്രാഹത്തിന് അനുഗ്രഹമായതും നമുക്ക് അനുഗ്രഹമാകേണ്ടതും നമുക്ക് ചിലപ്പോൾ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താവുന്നതുമാണ് രണ്ടാമത്തെ കാര്യം. അതെന്താണെന്നറിയാവോ? അസാധ്യത നമ്മുടെ വിശ്വാസത്തെ
ദുർബലമാക്കരുത്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അസാധ്യത നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്. അടുത്ത വചനത്തിൽ അതുണ്ട്. റോമാ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 19-ാം തിരുവചനം. റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 19. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായിയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും പ്രശ്നം വരുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിന്റെ അറിവ്, ഈ ലോകത്തിന്റെ മനുഷ്യരുടെ ഉപദേശങ്ങൾ കഴിഞ്ഞില്ല. ഇതുവരെയുള്ള നമ്മുടെ ജീവിതാനുഭവം അതെല്ലാം കൂടെ വെച്ചോണ്ട് നമ്മളൊരു കൺക്ലൂഷൻ എത്തും. സാധ്യതയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതിനൊരു തിരിച്ചൊരു പറയാം. ശ്രദ്ധിച്ചേ, അസാധ്യത എന്നൊരു സാധ്യത നമുക്കില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ്. അതല്ലേ ഈശോ പഠിപ്പിച്ചത്? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അസാധ്യത എന്നൊരു സാധ്യത ഇല്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അസാധ്യതകളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ വിശ്വാസം ദുർബലമായി പോകും. പിന്നെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും? അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ 27-ാം സങ്കീർത്തനത്തിൽ 14-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. സാംസ് 27 വേഴ്സ് 14. ഇത് കാണാതെ പഠിക്കേണ്ട ഒരു വചനമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്. ഉച്ചത്തിൽ വായിച്ചോ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഏറ്റു പറഞ്ഞോ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവൻ, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തെ ദുർബലരാകരുത്, ധൈര്യം അവലംബിക്കണം. എന്നിട്ട് പറയാ, വിശ്വാസത്തിന്റെ നിറവേറാൻ ഒരു കാത്തിരിപ്പ് ആവശ്യമുണ്ട്. അബ്രാഹത്തോട് പറഞ്ഞു, പക്ഷേ വിശ്വാസത്തിന് നിറവേറാൻ കുറച്ചാളും കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ചില കാര്യങ്ങൾ ഈശോ പലരോട് പറഞ്ഞു, കാത്തിരിക്കേണ്ടി വന്നു. കാത്തിരിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 2:13, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 2 വേഴ്സ് 13. ദുർബല ഹൃദയർക്ക് ദുരിതം, എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. അത് നോക്കിയേ, വിശ്വാസത്തിൽ ദുർബലരായിരിക്കുന്നവർക്ക് ദുരിതം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ചില ആൾക്കാരുടെ പേര് വിളിച്ച് നിങ്ങൾക്ക് ദുരിതം 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 എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് ദുർബല ഹൃദയർക്ക് ദുരിതം. കാരണം അവർക്ക് വിശ്വാസമില്ല. വിശ്വാസം ഉള്ളവന് ദുർബല ഹൃദയം ഇല്ല. വിശ്വാസം ഉള്ളവന് വിശ്വാസമുള്ള ഹൃദയമാണുള്ളത്. അവർ അരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് എത്തുപ്പെടുത്തുക എന്താവും ഇങ്ങനെ ചുമ്മാ ഉള്ളിൽ വിരലി വാരി നടക്കാവുന്നല്ലാതെ മറ്റൊരു കാര്യമില്ല. അവർക്ക് പറയാം ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അതിന് വിശ്വാസത്തിൽ കാണണം, വിശ്വാസത്തിൽ കാണണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം എങ്ങനെയാണ്? ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരെ നമ്മൾ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കരുത്, പറയരുന്നല്ല, ചിന്തിക്കരുത്. റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ്. നമുക്ക് വായിക്കാം. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ അബ്രാഹത്തിന് നമ്മുടെ പ്രശ്നം നമുക്കിങ്ങനെ ചിന്തകൾ വരികയാണ്, പറയുന്ന ചിന്തകൾ ഇങ്ങനെ വരികയാണ്. അബ്രാഹത്തിന് ചിന്ത പോലും വരുന്നില്ല. വിശ്വാസമില്ലാത്തവന്റെ ലക്ഷണമാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരെ ചുമ്മാ ഇങ്ങനെ ചറപറ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അത് വിശ്വാസക്കുറവിന്റെ ലക്ഷണമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പൂർവ്വ ജോസഫിനോട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഇതാ സൂര്യചന്ദ്രന്മാർ കുമ്പിടും, കറ്റ കുമ്പിടും. എൻ്റെ സഹോദരങ്ങൾ, എന്താ സംഭവിച്ചത്? സംഭവിക്കുന്ന എല്ലാം നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ജോസഫിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? സഹോദരന്മാർ അവനെ പുറംകുപ്പായം ഊരി എടുത്തപ്പോൾ ജോസഫ് കരഞ്ഞതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. അവനെ എടുത്ത പൊട്ടക്കണ്ണിലിരുന്നപ്പോൾ ജോസഫ് കരഞ്ഞു എന്ന് ബൈബിളിൽ ഇല്ല. അവനെ മിതിയാൻകാർക്ക് വിറ്റപ്പോൾ ജോസഫ് കരഞ്ഞു എന്ന് ബൈബിളിൽ ഇല്ല. ജോസഫ് ദുർബലകൃതനാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. അവസാനം പൊത്തിഫാറിന്റെ ഭാര്യ ചതിച്ചപ്പോൾ ജോസഫിന്റെ വിശ്വാസം ദുർബലമായില്ല. അവൻ കാത്തിരിക്കുകയാണ്. ഒരു സമയം കഴിഞ്ഞപ്പോ അതെല്ലാം കൃപയായിട്ട് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കഴിഞ്ഞില്ല. ഹെബ്രായർ 11:22 പറയാണ്,
ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥികൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തു. കണ്ടോ, ജോസഫ് മുൻകൂട്ടി വിശ്വാസത്താൽ കാണുകയാണ്. ഇതൊക്കെ പഴയ ഈ കാലഘട്ടമൊക്കെ പോകുന്നേ. ദൈവം പറഞ്ഞ വാഗ്ദാനത്തിന് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോക്കണമേ എന്ന് വിൽപത്രത്തിൽ എഴുതി വെക്കുന്ന പോലെ പറഞ്ഞിട്ടുമില്ലേ? ഹല്ലേലൂയാ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. റോമാലേഖനം 4:20 ബി ഭാഗമാണ്. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സംഭവിക്കുന്നതിന് മുൻപ് തന്നെ സംഭവിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതാണ് ചെയ്യേണ്ടത്. ഈശോ ലാസറിനെ ഉയർപ്പിച്ചതിന് മുൻപ് തന്നെ ലാസറിനെ ഉയർപ്പിച്ചതിനെ ഓർത്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് മിച്ചം വരുന്ന കഷ്ണങ്ങൾ കുട്ടകൾ നിറയെ ശേഖരിക്കുന്നത് കണ്ടോണ്ട് ഈശോ മഹത്വപ്പെടുത്തുകയാണ്. സംഭവിക്കുന്നതിന് മുൻപ് തന്നെ സംഭവിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം ദൈവം ബൈബിളിൽ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചാണ്. ഒരാൾ പ്രാർത്ഥിച്ച് പറയുന്ന മെസ്സേജിനെ കുറിച്ച് മാത്രമല്ല. അങ്ങനെ മാത്രം ചിന്തിക്കരുത്. ബൈബിളിൽ ദൈവം നൽകിയിരിക്കുന്ന ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ ഇങ്ങനെ പ്രത്യാശിക്കണം. നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും കാര്യം പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ CCC അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയും, നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ ചോദിച്ചാൽ ചിലപ്പോൾ അനുവദിക്കപ്പെടുകയല്ല. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കാഞ്ഞിട്ടല്ല, നിന്റെ നന്മ ആഗ്രഹിച്ച് ചില ഉപരി കാര്യങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. Praise the Lord. Praise the Lord. അതുകൊണ്ട് വിശ്വാസത്തിൽ കുറവ് വരുത്താതെ മുന്നേറാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുൻപിൽ കരുണയോടെ നന്ദിയോടെ നിൽക്കാം. ദൈവമേ, വിശ്വാസം തന്നതിന് നന്ദി പറയാം, പ്രത്യാശ തന്നതിന് നന്ദി പറയുന്നു, ശരണപ്പെടാൻ കൃപ തന്നതിന് നന്ദി പറയുന്നു. ദൈവമേ, ചില സമയങ്ങളൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ട്. പലവിധ ചിന്തകളാൽ അവിടുത്തെ വാഗ്ദാനത്തിനെതിരെ ചിന്തിച്ചിട്ടുണ്ട്. വചനങ്ങൾക്കെതിരെ മറുതലിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് നൽകിയ പ്രചോദനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എനിക്ക് പ്രത്യാശ നൽകണം, മുന്നേറാൻ കൃപ നൽകണം. കർത്താവ് എന്നെ രക്ഷിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ഉള്ളൊരുക്കി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. കൈകൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയേ, ഈശോയേ